ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി പോകുന്നത് അജ്മാനിലുള്ള ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. അവിടെ നല്ല നാടൻ കോഴിയും മുട്ടയും ഫ്രഷ് മീറ്റൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈം ഞാൻ നോമ്പിലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയാണ് നോമ്പൊക്കെ മുറിച്ചത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ചില കടകളിൽ മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, ചില കടകളിലൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ പള്ളിയിൽ പോയതാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളൊന്ന് നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് മുഴുവനും ഡക്ക്, കോഴി അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ ഒരു സൈഡ് മുഴുവൻ മീറ്റാണ്, ഫ്രഷ് മീറ്റ് ഉണ്ടായിരുന്നു. ക്യാമലിൻ്റെ ഇറച്ചി ഉണ്ടായിരുന്നു, പിന്നെ ആട്, അങ്ങനെയൊക്കെ അവരിങ്ങനെ കൊളുത്തി ഇങ്ങനെ കട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തൂങ്ങിച്ചത്തൊക്കെ കണ്ടു. അപ്പോൾ ഫുള്ള് നമ്മൾ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഏറ്റവും അവസാനമായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഹോൾസെയിൽ കടയും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊന്നും അധികം ആൾക്കാരെ കാണാത്തത് കൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല. അപ്പോൾ നമ്മൾ ഓരോ കടകളിലായിട്ട് നമ്മൾ വന്ന കാര്യം ചോദിക്കാൻ തുടങ്ങി. നമ്മളിവിടെ വന്നതെന്ന് വെച്ചാൽ ഫ്രഷ് പാർട്സ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഓരോ കടകളിലും കയറിയിട്ട് അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മോളിവിടെ ഓരോ ബേർഡ്സിനെയും കണ്ടിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടി ഇങ്ങനെ കളിക്കുകയായിരുന്നു. പിന്നീട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിൽ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു കോഴി പോകുന്നത് കണ്ടത്. അപ്പോഴേക്കും ആ ചേട്ടൻ പോയിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അതിനടുത്ത് തന്നെയുള്ള മാർക്ക് ആൻഡ് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഫിഷിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ ആക്കിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഗ്രില്ല് ചെയ്തു. അപ്പോൾ ഫിഷിൻ്റെ ഏരിയ എനിക്ക് ഇഷ്ടമല്ല, ഫിഷ് ഞാൻ കഴിക്കാറില്ല, അതുകൊണ്ട് ആ ഏരിയയിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഇതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. താങ്ക്